മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ പ്രതാപൻ്റെ അമ്മയും ഉണ്ണിയുടെ ജോലിക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് കരുണ അങ്ങോട്ട് വരുന്നുണ്ട്. കരുണയ്ക്ക് എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് പ്രതാപനോടും അമ്മയോടും ചോദിക്കുമ്പോൾ ഞങ്ങൾ അവരുടെ കാര്യമൊന്നും അല്ല പറഞ്ഞ് അമ്മ പെലയെക്കുറിച്ച് ചോദിച്ചതാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും കരുണ പറയുന്നുണ്ട് അതൊന്നും അല്ല, എന്തോ ഒരു കാര്യമുണ്ട്, എന്താണെങ്കിലും എന്നോട് സത്യം തുറന്നു പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രതികരണം ഇങ്ങനെ ആവില്ല എന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട് മോളിത് കേട്ടിട്ട് സങ്കടപ്പെടുകയൊന്നും വേണ്ട. അവിടെ മഞ്ജുവിനെ കണ്ണൻ കമ്പനിയിൽ ജോലിക്ക് നിയമിച്ചു. അതുമാത്രമല്ല മഞ്ജുവിന് കൊടുത്തിരിക്കുന്നത് ഉണ്ണിയുടെ ക്യാബിനും ഉണ്ണിയുടെ സ്ഥാനമാണ്. ഇപ്പോൾ ഉണ്ണിയുടെ സ്ഥാനം മഞ്ജുവിനേക്കാളും താഴെയാണ്. ഇനിയിപ്പോൾ സാഗറിനെയും അവിടെ നിയോഗിക്കുമെന്നൊന്നും അറിയില്ല. അതോർത്ത് മോള് ടെൻഷൻ ആവരുതല്ലോ എന്ന് കരുതിയാണ് ഞങ്ങൾ പറയാണ്ടിരുന്നതെന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട് എനിക്കെന്തിനാ വെച്ചാൽ ടെൻഷൻ, ഇനി ഞാൻ അയാളുമായിട്ട് ജീവിക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. പിന്നെ എനിക്ക് അയാൾക്ക് എന്ത് സംഭവിച്ചാലും ടെൻഷൻ ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അതാണോ നിങ്ങളിത്ര ഭയന്ന് പറയണത്? എനിക്കങ്ങനെ വലിയ വിഷമമൊന്നുമില്ല അച്ഛാ. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട് അപ്പം മോള് ഉറപ്പിച്ചോ ഉണ്ണിയെ വേണ്ടാന്ന് വെക്കാമെന്ന് വയ്ക്കുമ്പോൾ അതിൽ അച്ഛനും മുത്തശ്ശിക്കും ഇനിയും സംശയമുണ്ടോ? എന്തായാലും ഇനി ഞാൻ അതുപോലെ ഒരാളുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചിട്ടില്ല. വെറും മണ്ടനായിട്ടുള്ള ഒരാളെ എനിക്ക് എന്തിനാ അച്ഛൻ ഭർത്താവായിട്ട്? അല്ലെങ്കിലും അച്ഛനും മുത്തശ്ശിയും കൂടിയല്ലേ എന്നോട് ഈ ചതി ചെയ്തത്. കമലേശ്വരത്തെ സ്വത്തുക്കളെല്ലാം കൈകാര്യം ചെയ്യണത് അയാളാണെന്നും പറഞ്ഞിട്ടല്ലേ എൻ്റെ കല്യാണം നടത്തിയത്. എന്നിട്ടിപ്പോൾ എന്തായി? അയാൾക്ക് ഏത് നിമിഷം വേണമെങ്കിലും ജോലി നഷ്ടപ്പെടാം. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട് ജോലിയിൽ മാറ്റം വന്നെങ്കിലും ശമ്പളത്തിൽ മാറ്റമൊന്നുമില്ല മോളെ, പഴയ ശമ്പളം തന്നെ ഉണ്ണിക്ക് മഹാലക്ഷ്മി കൊടുക്കുന്നുണ്ടെന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട് എന്തിനാ ആ ലക്ഷ്മിയുടെ ഔദാര്യം മേടിക്കാനായിട്ട് അയാൾ അവിടെ നിൽക്കണേ? അയാൾക്ക് അവിടെ നിന്ന് രാജിവെച്ച് ഇറങ്ങി പോകുന്നൂടെ? എന്നിട്ട് വേറെ എന്തെങ്കിലും ജോലി അന്വേഷിക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് അങ്ങനെ പോന്നാൽ എങ്ങനെ മോളെ ശരിയാവണേ? എന്നെങ്കിലും കണ്ണൻ്റെ സ്വത്തുക്കൾ ഉണ്ണിയുടെ കയ്യിൽ തന്നെ വന്നു ചേരേണ്ടതല്ലേ? ആ സമയം കരുണ പറയുന്നുണ്ട് അതിന് ഉണ്ണിയേട്ടന് കണ്ണൻ്റെ സ്വത്തുക്കൾ കിട്ടണേ എങ്ങനെയാണ്? ഇപ്പോൾ സ്വത്തെല്ലാം മഹാലക്ഷ്മിയുടെ പേരിലല്ലേ എന്ന്. എന്തായാലും മോള് കുറച്ചും കൂടി ഒന്ന് ക്ഷമ കാണിക്കണമെന്നാണ് എന്നെ മേഘം കണ്ടപ്പോൾ പറഞ്ഞത്. ഒരിക്കലും ഉണ്ണിയായിട്ടുള്ള ബന്ധം വേർപെടുത്തരുതെന്ന് തന്നെയാണ് മേഘൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട് അയാൾക്ക് അങ്ങനെയൊക്കെ പറയാം, അവിടെ കിടന്ന് അനുഭവിക്കുന്നത് ഞാനല്ലേ. എന്തായാലും അയാൾക്ക് അയാളുടെ ഭാര്യയെ നഷ്ടപ്പെട്ടില്ലേ, ഇനി കമലേശ്വരത്തെ സ്വത്ത് കിട്ടുമെന്ന് വിചാരിച്ച് അയാൾ നടക്കുകയും വേണ്ടാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഞ്ജുവിനെ മഹാലക്ഷ്മിനെയാണ്. ഉണ്ണിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് ക്യാബിനിൽ നിന്നും ഇറങ്ങിപ്പോയതിന് ശേഷം മഹാലക്ഷ്മി മഞ്ജുവിനോട് പറയുന്നുണ്ട് ഇപ്പം തന്നെ അവൻ വീട്ടിൽ ചെന്ന് കണ്ണേട്ടൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും രാവിലെ അവൻ എന്നെയും കണ്ണേട്ടനെയും ഒരുപാട് അപമാനിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. എനിക്കും കണ്ണേട്ടനും ഒരിക്കലും കുഞ്ഞുങ്ങളുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ കണ്ണേട്ടനെ ഉപേക്ഷിച്ച് കണ്ണേട്ടൻ്റെ സ്വത്തുക്കളൊക്കെ ആയിട്ട് വേറെ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോകുന്നൊക്കെയാണ് ഇന്നവൻ രാവിലെ എൻ്റെയും കണ്ണേട്ടൻ്റെയും മുഖത്ത് നോക്കി പറഞ്ഞത്. അത് കേട്ടതും എനിക്കും കണ്ണേട്ടനും ഭയങ്കര വിഷമമായി മഞ്ജു. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് അതിന് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് ഉണ്ണിയേട്ടൻ എങ്ങനെയാണ് ഉറപ്പിച്ചത്? എന്തായാലും കണ്ണേട്ടൻ നടന്നു തുടങ്ങിയ വിവരമൊന്നും ഉണ്ണിക്ക് അറിയില്ലല്ലോ. അവരുടെ വിചാരം ഇപ്പോഴും കണ്ണേട്ടൻ വീൽ ചെയറിൽ തന്നെയാണെന്ന്. ഞങ്ങൾക്ക് അധികം വൈകാതെ കുഞ്ഞുങ്ങളുണ്ടാവും എന്നുള്ള സത്യമൊന്നും ഉണ്ണിക്കോ മഞ്ജുവിൻ്റെ അമ്മയ്ക്കൊന്നും അറിയില്ല. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് അതേതായാലും നന്നായി ഏടത്തി, അത് അവരൊരിക്കലും അറിയാനും പാടില്ല. ഇനിയിപ്പോൾ ഏടത്തിക്ക് വിശേഷമായാലും മാക്സിമം അവരെ അറിയിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അത് പിന്നെ മഞ്ജു എന്നോട് പ്രത്യേകം പറയണോ? എനിക്ക് വിശേഷമായി എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയും ആ കുഞ്ഞിനെ നശിപ്പിക്കാനേ മഞ്ജുവിൻ്റെ അമ്മയും ആങ്ങളെയൊക്കെ ശ്രമിക്കുകയുള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി കാറ് നിർത്തിയിട്ട് വീട്ടിലോട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട്. ആ സമയത്ത് കണ്ണൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട് നീ എന്താടാ ഓഫീസിൽ പോയിട്ട് വേഗം തിരിച്ചു വന്നതെന്ന് ചോദിക്കുമ്പം ഞാൻ ഓഫീസിൽ പോണേ എന്തിനാ? ഇപ്പോൾ അവിടുത്തെ അധികാരം മൊത്തം മഞ്ജുവിനല്ലേ, അതും കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കിയ അവളെയല്ലേ ഏട്ടനെ ഇപ്പോൾ എടുത്ത് തലയിൽ കയറ്റി വെച്ചേക്കണം. അത് ഏട്ടൻ്റെ അറിവോട് കൂടിയാണോ അതോ അവർ മനഃപൂർവ്വം എന്നെ നാണം കെടുത്താൻ വേണ്ടി ചെയ്തതാണോ എന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട് അത് എൻ്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് മഹി അങ്ങനെ ചെയ്തത്. അതെന്തിനാ? അവളൊരു തുണിക്കടയിൽ ജോലിക്ക് പോകുകയല്ലായിരുന്നു, അത് പോരായിരുന്നു. എൻ്റെ ക്യാബിൻ തന്നെ അവൾക്ക് കൊടുത്തത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നിന്നേക്കാളും യോഗ്യത ഉള്ളത് അവൾക്കാണെന്ന് തോന്നിയത് കൊണ്ട് അയാൾ അങ്ങനെ ചെയ്തത്. എന്തായാലും മഞ്ജു ഇപ്പം നന്മയുടെ മാർഗ്ഗത്തിലാണ് സഞ്ചരിക്കണത്. ഇനി നീയും ആ ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിനക്കും എല്ലാ അവകാശങ്ങളും കിട്ടും. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും കൂടി എന്നെയും എൻ്റെ ഭാര്യേനെയും വേർപിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ കരുണ ഇതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവളും കൂടി തിരിച്ചു വരില്ല. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് അങ്ങനെ ഭർത്താവിൻ്റെ അധികാരവും സമ്പത്തും കണ്ടിട്ട്
വേണ്ടിയിട്ടാണോ ഒരു ഭാര്യ ഭർത്താവിൻ്റെ ഒപ്പം നിൽക്കേണ്ടത്? അങ്ങനെ നിൽക്കാത്ത ഒരു ഭാര്യയെ നീ എത്ര ചേർത്ത് നിർത്താൻ നോക്കിയിട്ടും കാര്യമില്ലടാ. അവൾ അവസരം വരുമ്പോൾ നിന്നെ ഉപേക്ഷിച്ച് പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് നീ ഇനി അവളെ തിരിച്ച് വിളിക്കണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആ സമയത്ത് ദുർഗ അങ്ങോട്ട് വരുന്നുണ്ട്. ദുർഗ ഇത് കേട്ടതും കണ്ണനോട് പറയുന്നുണ്ട്, അത് നന്നായിടാ കണ്ണ, എന്തായാലും നിനക്കൊരു ജീവിതം കിട്ടൂലെന്ന് നിനക്കറിയാം. അപ്പോൾ പിന്നെ അനുജൻ്റെ ജീവിതം കൂടി തകർത്തോട്ടെ എന്നാണ് നീ വിചാരിക്കുന്നത്. അവളും അങ്ങനെ തന്നെ, അവൾക്കൊരു ദാമ്പത്യ ജീവിതം കിട്ടൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ പിന്നെ സ്വന്തം അനുജത്തിക്ക് കിട്ടിയ ദാമ്പത്യ ജീവിതം എങ്ങനെയെങ്കിലും തകർക്കണം എന്നല്ലേ അവൾ ആഗ്രഹിക്കുള്ളൂ. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചിന്തിച്ചോ, അതിനൊന്നും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങളെ തിരുത്താനും ഞാൻ വരുന്നില്ല. എന്തായാലും നിങ്ങളുടെ മനസ്സിലിരിപ്പ് ഇങ്ങനെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഞങ്ങൾക്ക് ദാമ്പത്തിക ജീവിതം കിട്ടുമോ കിട്ടാതിരിക്കുമോ അതൊന്നും നിങ്ങൾ ആലോചിച്ച് ടെൻഷനാവണ്ടെന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, നീ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അവളുടെ ഇഷ്ടത്തിന് നടത്തിക്കൊണ്ടിരുന്ന അത് അവസാനം നിനക്ക് തന്നെ ദോഷം ചെയ്യും. ഒരു ദിവസം അവൾ നിന്നെ ഉപേക്ഷിച്ച് ഈ സ്വത്തൊക്കെ ആയിട്ട് കടന്നു കളയും. അപ്പോഴേ നിനക്ക് മനസ്സിലാവുള്ളൂ. അന്ന് നിന്നെ നോക്കാനും അന്വേഷിക്കാനും ഞാനും എൻ്റെ മക്കളും ഉണ്ടാവുള്ളൂ. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു സമയം വരാണെങ്കിൽ അത് അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. ഇപ്പം നിങ്ങൾ അതോർത്ത് ടെൻഷനാവുമൊന്നും വേണ്ട. എന്തായാലും നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ നിങ്ങളിങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾ ആഗ്രഹിച്ച സ്വത്തുക്കൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലോ എന്നുള്ള പേടി കൊണ്ടല്ലേ എന്ന്. ഇത് കേട്ടതും ദുർഗ പറയുന്നുണ്ട്, എന്നാലും കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കിക്കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയ അവളെ തന്നെ നീ ഇവൻ്റെ സ്ഥാനത്തേക്ക് പിടിച്ചിരുത്തത് വലിയ മോശമായി പോയി കണ്ണാന്ന് പറയുമ്പം, അമ്മയുടെ മകൾ തന്നെയല്ലേ മഞ്ജു, അമ്മ എന്താ പിന്നെ ഇങ്ങനെ സംസാരിക്കുന്നത്? മഞ്ജുവിന് ഒരു നല്ല ജീവിതം കിട്ടണമെന്ന് അമ്മ ആഗ്രഹിക്കണില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതിന് അവൾക്ക് നമ്മളൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുത്തതല്ലേ, ആ ജീവിതം വേണ്ടാന്ന് വെച്ച് മേഘനെ നാണം കെടുത്തിയിട്ട് ആ സാഗറിൻ്റെ ഒപ്പം പോയവളല്ലേ അവൾ, പിന്നെ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കണേ എന്തിനാണ്? ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്. മഞ്ജു എൻ്റെ ഒരേ ഒരു അനുജത്തിയാണ്, അതുകൊണ്ട് എനിക്ക് അവളെ അങ്ങനെ കൈവിട്ട് കളയാനൊന്നും പറ്റില്ല. അതുമാത്രമല്ല ഇനിയിപ്പോൾ സാഗറിനെയും ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ജോലിയിൽ നിർത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. സാഗർ സമ്മതിക്കാത്തതുകൊണ്ട് മാത്രമാണെന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട്, എന്നിട്ട് വേണം അവൻ നിൻ്റെ കമ്പനിയും എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോകാമെന്ന് പറയുമ്പോൾ, അത് നിങ്ങളുടെ ചിന്താഗതിയാണ്. സാഗറൊക്കെ നല്ല സ്വഭാവമുള്ളവനാണ്. പണ്ടവൻ കുറച്ച് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, അന്ന് അവൻ്റെ സാഹചര്യം അതായിരുന്നു. പക്ഷേ ഇവൻ മഞ്ജുവിനെ വിവാഹം കഴിച്ചതിന് ശേഷം നന്മയുടെ മാർഗത്തിലൂടെ തന്നെ സഞ്ചരിക്കണം. അതുകൊണ്ട് എനിക്ക് മഞ്ജുവിനെയും സാഗറിനെയും സംശയമൊന്നുമില്ല. അവർ നല്ലോണം വിശ്വസിക്കാൻ പറ്റിയവരാ. പിന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തവരെ ഞാൻ എൻ്റെ വീട്ടിലും കമ്പനിയിലും നിർത്തിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അമ്മ കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ട. ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ നീ കമ്പനിയിൽ നിന്ന് ഉണ്ണിയെ പറഞ്ഞു വിടോടാന്ന് ചോദിക്കുമ്പം, ഉണ്ണിയുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണെങ്കിൽ മിക്കവാറും അവനെ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടേണ്ട വരുമെന്ന്. ഇത് കേട്ടതും ദുർഗയാണെങ്കിൽ ദേഷ്യത്തോടുകൂടി ഇങ്ങനെ കലിതുള്ളി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് കണ്ണൻ്റെ റൂമിലോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മി വൈകിട്ട് തിരിച്ചു വന്നതും കണ്ണൻ മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു ഓഫീസിൽ? ഉണ്ണി അവിടെ വന്ന് മഞ്ജുവിനെ കണ്ടിട്ട് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം, മഞ്ജുവിനെ കണ്ടതും ഉണ്ണിയുടെ സമനില തെറ്റിപ്പോയി കണ്ണേട്ടാ. അവനൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമല്ലേ നടന്നത്. അവൻ വിചാരിച്ചില്ല അവന് പകരം മഞ്ജു ആ കസേരയിൽ ഇരിക്കുമെന്ന്. എന്തായാലും മഞ്ജുവിനോട് കുറേ ദേഷ്യപ്പെട്ടിട്ടാവും പോകുന്നത്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഉണ്ണിക്ക് തന്നോടുള്ള വൈരാഗ്യം ഒന്നും കൂടി കൂടിയിട്ടുണ്ടാവുമെന്ന്. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല കണ്ണേട്ടാ, നമ്മളുടെ കമ്പനിക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്ന്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും ഉറങ്ങാനായിട്ട് കിടക്കുന്നുണ്ട്. ഉറക്കത്തിൽ മഹാലക്ഷ്മിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ തോന്നിയിട്ട് മഹാലക്ഷ്മി എഴുന്നേറ്റ് കണ്ണനെ വിളിക്കുന്നുണ്ട്. കണ്ണൻ എഴുന്നേറ്റതും എന്താണോ എന്ന് ചോദിക്കുമ്പോൾ, എന്താണെന്നറിയില്ല കണ്ണേട്ടാ, നെഞ്ചിലൊക്കെ ഒരു ഭാരം പോലെ, ഛർദ്ദിക്കാൻ വരും, എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ തോന്നുന്നു, ശരീരത്തിന് ആകെ പാടില്ലാത്ത പോലെ തോന്നുമോ കണ്ണേട്ടാ എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും ഇനി നേരം വെളുക്കാൻ അധികം സമയമൊന്നുമില്ലല്ലോ, നേരം വെളുക്കട്ടെ, നമുക്ക് വേഗം തന്നെ തോമസ് ഡോക്ടറൊക്കെ പോയി കണ്ട് കാര്യങ്ങൾ പറയാമെന്ന്. അങ്ങനെ നേരം വെളുത്തതും കണ്ണനും മഹാലക്ഷ്മിയും റെഡിയായി പോകുന്നുണ്ട്. ഈ സമയത്ത് മഹാലക്ഷ്മിക്കാണെങ്കിൽ നല്ല തളർച്ചയും ക്ഷീണവും തോന്നുന്നുണ്ട്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും പോണ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, നിങ്ങളിത് എവിടെ പോകാമെന്ന് ചോദിക്കുമ്പോൾ, ഇയാൾക്ക് എന്തോ വയ്യാത്ത പോലെ, അപ്പോൾ ഡോക്ടറെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് വരാമെന്ന് പറയുന്നു. അത് കേട്ടതും ദുർഗയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് കണ്ണനും മഹാലക്ഷ്മിയും പോയതും ദുർഗ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നിനക്കങ്ങനെ വയ്യായിക വന്ന് നീ ഇല്ലാണ്ടാവണോടി, എന്നാലേ എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും തോമസ് ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലാണ്. കണ്ണനെ മഹാലക്ഷ്മിനെ കണ്ടതും തോമസ് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ മൂന്നാർ യാത്രയൊക്കെ, സുഖമായിരുന്നോ എന്ന് ചോദിക്കുമ്പം കണ്ണനും മഹാലക്ഷ്മിയും പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലായിരുന്നു സാർ, ഞങ്ങൾ ഉദ്ദേശിച്ചതിലും ഭംഗിയായിട്ട് യാത്രയൊക്കെ നടന്നു. പിന്നെ ഇപ്പം നിങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുമ്പം, എന്താണെന്നറിയില്ല, ഇന്നലെ രാത്രി തൊട്ട് ഇയാൾക്ക് ആകെ ഒരു വയ്യായിക, നെഞ്ചിലൊരു ഭാരം പോലെയോ ഛർദ്ദിക്കാൻ പറഞ്ഞ പോലെയൊക്കെ തോന്നാമെന്ന് പറയുന്നു. അപ്പോൾ സാറിനെ ഒന്ന് കണ്ട് വിവരം പറയാമെന്ന് വിചാരിച്ച് വന്നതാണ്.
ആ സമയത്ത് തോമസ് ഡോക്ടറാണെങ്കിൽ മഹാലക്ഷ്മിയെ പരിശോധിക്കാനായിട്ട് ഡോക്ടറുടെ റൂമിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് എല്ലാ രീതിയിലും പരിശോധിച്ച് നാടിയൊക്കെ പിടിച്ച് നോക്കിയിട്ട് പറയുന്നുണ്ട്, പ്രത്യേകിച്ച് പ്രശ്നമൊന്നും കാണുന്നില്ല, എന്തെങ്കിലും ഭക്ഷണം വയറ്റി പിടിക്കാത്തതായിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമുള്ള ഭക്ഷണമൊന്നും കഴിച്ചില്ല, ഞാൻ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം മാത്രമേ കഴിച്ചോളൂ എന്ന് പറയുമ്പോൾ തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും വീട്ടിലുണ്ടാക്കിയ ഭക്ഷണമാണെങ്കിലും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല, കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ശത്രുക്കളല്ലേ അവിടെ ഉള്ളത്, എന്തായാലും ഞാൻ വിശദമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് മഹാലക്ഷ്മിയെ ഡോക്ടർ കംപ്ലീറ്റ് ആയിട്ട് ചെക്കപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സന്തോഷത്തോടുകൂടി മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, എന്തായാലും മഹാലക്ഷ്മി വിഷമിക്കുകയൊന്നും വേണ്ട, ഒരു സന്തോഷ വാർത്ത എനിക്ക് പറയാനുള്ളതെന്ന്. അത് കേട്ടതും മഹാലക്ഷ്മിയും കണ്ണനും അത്ഭുതത്തോടുകൂടി തോമസ് ഡോക്ടറെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. മിക്കവാറും മഹാലക്ഷ്മി പ്രഗ്നൻ്റ് ആയിരിക്കും. ആ ഒരു സന്തോഷ വാർത്തയായിരിക്കും ഡോക്ടർ മഹാലക്ഷ്മിയോടും കണ്ണനോടും പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സന്തോഷ വാർത്തയ്ക്കായി അടുത്ത എപ്പിസോഡ് വരെയും കാത്തിരിക്കാം. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.